നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ ജോലിക്കായി എത്തിയ ഇന്ത്യക്കാരിക്ക് നേരിടേണ്ടി വന്നത് കഠിന ദുരിതങ്ങളുടെ കഥയാണ്. സൗദിയിൽ വീട്ടുജോലിക്കെത്തി ശമ്പളം കിട്ടാതെ ദുരിതത്തിലായ ഇന്ത്യൻ വനിത സാമൂഹിക പ്രവർത്തകരുടെ സഹായത്തോടെ ഒടുവിൽ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ മണക്കര പുതുഗ്രാമം സ്വദേശിനിയായ ഗ്യാനാപരണം ലീലാബായിയാണ് കഴിഞ്ഞ 5 മാസം ശമ്പളം ലഭിക്കാതെ കഷ്ടത്തിലായത്. 1 വർഷം മുൻപാണ് ലീലാബായി സൗദി അറേബ്യയിലെ ജുബൈലിൽ ഒരു വീട്ടിൽ ജോലിക്കായി എത്തുന്നത്. വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ജോലി സാഹചര്യങ്ങളാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. രാപ്പകലില്ലാതെ ജോലി ചെയ്തെങ്കിലും മതിയായ ആഹാരമോ വിശ്രമമോ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. 10 മാസത്തിലധികം ജോലി ചെയ്തെങ്കിലും പകുതി കാലത്തെ ശമ്പളം മാത്രമാണ് കിട്ടിയിരുന്നത്. ആകെ ദുരിതത്തിലായ ഇവർ ജുബൈലിലെ സാമൂഹ്യ പ്രവർത്തകനായ മുഹമ്മദ് യാസിനെ ഫോണിൽ ബന്ധപ്പെട്ട് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. യാസിൻ നവയുഗം ജീവകാരുണ്യ പ്രവർത്തകരായ മഞ്ജു മണിക്കുട്ടനെ കാര്യങ്ങൾ ധരിപ്പിച്ചു. അങ്ങനെ ദമാമിലെത്തിയ ലീലാബായിയെ ദമാം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. പോലീസുകാർ അവരെ വനിതാ അഭയ കേന്ദ്രത്തിൽ എത്തിക്കുകയായിരുന്നു. മഞ്ജു മണിക്കുട്ടന്റെ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഇവരെ സ്വന്തം വീട്ടിൽ പാർപ്പിക്കുകയും ചെയ്തു. 1 മാസത്തോളം ഇവിടെ കഴിഞ്ഞ ലീല ആരോഗ്യം വീണ്ടെടുത്തതോടെ ലീലാബായിയുടെ സ്പോൺസറെ ഫോണിൽ ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയെങ്കിലും അയാൾ സഹകരിക്കാനോ ലീലയുടെ പാസ്പോർട്ട് തിരികെ നൽകാനോ തയ്യാറായില്ല. തുടർന്ന് മഞ്ജു ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഔട്ട് പാസ് വാങ്ങി നൽകുകയും വനിതാ അഭയകേന്ദ്രം അധികാരികളുടെ സഹായത്തോടെ ഫൈനൽ എക്സിറ്റും അടച്ചു നൽകുകയും ചെയ്തു. സാമൂഹിക പ്രവർത്തകനായ ഹരീഷ് വിമാന ടിക്കറ്റും സൗജന്യമായി നൽകിയതോടെ നിയമ നടപടികൾ പൂർത്തിയാക്കി എല്ലാവർക്കും നന്ദി പറഞ്ഞ് ലീലാബായ് നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. സാമൂഹിക പ്രവർത്തകരായ താജുദ്ദീൻ, അനു രാജേഷ്, ഷമീർ ചാത്തമംഗലം എന്നിവർ ഈ കേസിന്റെ വിവിധ ഘട്ടങ്ങളിൽ സഹായവുമായി രംഗത്തുണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ യുവതി നാട്ടിലേക്ക് മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.